ഇന്നലെ മുതൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്. ഇനി മുതൽ നമ്മൾ UPI വഴി 3000-ന് മുകളിൽ പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടി വരുമെന്ന്. അതിപ്പോൾ ഏത് തരത്തിലുള്ള UPI ട്രാൻസാക്ഷൻ ആയാലും, ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിന് പണം അയക്കുകയാണെങ്കിൽ പോലും 3000-ന് മുകളിൽ വരികയാണെങ്കിൽ സർവീസ് ചാർജ് നൽകേണ്ടി വരുമെന്നതാണ് വാർത്ത. അപ്പോൾ 2022 NDTV ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. അതിൻ്റെ ചുവട് പിടിച്ച് മറ്റു മാധ്യമങ്ങളും ഇതിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 0.3% മുതൽ 2% വരെ സർവീസ് ചാർജ് ഈടാക്കാനാണ് തീരുമാനം എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 0.3% എന്ന് പറഞ്ഞാൽ തന്നെ 3001 രൂപ ഒരാൾ അയക്കുകയാണെങ്കിൽ അയാൾക്ക് 9 രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും. എന്നാൽ ഈ വാർത്തകളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. 2022 തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് വിശദീകരിച്ചിരുന്നു. അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത്തരത്തിലൊരു സർവീസ് ചാർജ് ഈടാക്കാനായിട്ട് ആർക്കും അനുമതിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഇങ്ങനെയൊരു സർവീസ് ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും അതുപോലെ തന്നെ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന് എതിരാവുകയും ചെയ്യുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരില്ല. എങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സീറോ സർവീസ് ചാർജ് എന്ന മാനദണ്ഡം എടുത്തു കളയുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു നിശ്ചിത പ്ലാറ്റ്ഫോം ഫീ, അതിപ്പോൾ ചിലപ്പോൾ 1 രൂപയായിരിക്കും, 2 രൂപയായിരിക്കും. നിങ്ങൾ എത്ര തന്നെ പണമിടപാട് നടത്തിയാലും ഒരു നിശ്ചിത പ്ലാറ്റ്ഫോം ഫീയെ നിങ്ങളിൽ നിന്ന് ഈടാക്കുകയുള്ളൂ. ആ നിയമം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോഴും സർവീസ് ചാർജ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റ് നടപടികൾ നടത്താൻ സാധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ പഴയ വാർത്ത വീണ്ടും കുത്തിപ്പൊക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ UPI സേവന ഉപഭോക്താക്കൾ വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഇത്തരം UPI സേവനദാതാക്കൾക്ക് സർവീസിനായി അധിക ബാധ്യതകൾ ഉണ്ടാകുന്നു എന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ IMA അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറോ സർവീസ് ചാർജ് എന്നത് പുനഃപരിശോധിക്കാമെന്നും ഒരു നിശ്ചിത സർവീസ് ചാർജ് ഈടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ പരിഗണിക്കാമെന്നൊക്കെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഴയ വാർത്തകളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി ആൾക്കാരെ പരിഭ്രമപ്പെടുത്തുന്നത്. ഇപ്പോഴും നമുക്ക് UPI പണമിടപാട് സൗജന്യമാണ്. നിങ്ങൾക്ക് എത്ര തന്നെ തുക UPI വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും യാതൊരു തരത്തിലുള്ള സർവീസ് ചാർജും ഈടാക്കുന്നതല്ല. ഇനി ഭാവിയിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഫീ വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മാത്രമേ കേന്ദ്രം കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിലും നിങ്ങൾ എത്ര വലിയ തുക അയച്ചാലും അതിന് ഒരു സർവീസ് ചാർജ്, അത് ചിലപ്പോൾ 2 രൂപയായിരിക്കാം, 1 രൂപയായിരിക്കാം. അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സർവീസ് ചാർജ് മാത്രമേ നിലവിൽ വരികയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ സാധിച്ചെന്ന് കരുതുന്നു. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച കാര്യമാണിത്. അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.